കാസർഗോഡ് മധൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിലും അഴിമതി നടക്കുന്നതായി ആരോപണം. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരള കമ്പനിയെ ഒഴിവാക്കി സ്വകാര്യ കമ്പനിക്ക് തുച്ഛമായ തുകയ്ക്ക് നൽകുന്നതായാണ് ആരോപണം. ബിജെപി നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമായി. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച തരംതിരിച്ച അജൈവ മാലിന്യങ്ങൾ സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരള കമ്പനിയെ ഒഴിവാക്കി തിരുവോണം ഇക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ 2022 ഓഗസ്റ്റ് 10-നാണ് ഭരണസമിതി തീരുമാനിച്ചത്. മാലിന്യങ്ങൾ കിലോഗ്രാമിന് 3 രൂപ മുതൽ 50 രൂപ വരെ നൽകി ഏറ്റെടുക്കാമെന്നായിരുന്നു കരാർ. എന്നാൽ കിലോഗ്രാമിന് 1 രൂപ 30 പൈസ എന്ന തോതിലാണ് കമ്പനി മാലിന്യങ്ങൾ കൊണ്ടുപോയത്. കൂടാതെ മറ്റു മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് കിലോഗ്രാമിന് 5 രൂപ 90 പൈസ പഞ്ചായത്ത് ഏജൻസിക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ വലിയ അഴിമതി നടന്നതായാണ് UDFന്റെ ആരോപണം. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റും തിരുവോണം ഏജൻസി എന്ന ഒരു ഏജൻസിക്ക് കൃത്യമായ എഗ്രിമെൻ്റ് പ്രകാരം, അതായത് 5.60 മുതൽ 50 രൂപ വരെ പഞ്ചായത്തിന് ലഭിക്കേണ്ട, കിലോയ്ക്ക് പഞ്ചായത്തിന് ലഭിക്കേണ്ട ആ തുക വെറും 1 രൂപ 30 പൈസയ്ക്ക് ആ ഏജൻസിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇതിലൊക്കെ വ്യക്തമായ അഴിമതിയാണ് ഞങ്ങൾ കണ്ടെത്തിയത്. നേരത്തെ വോട്ടർ ലിസ്റ്റ് അച്ചടിച്ച വകയിലും കുടിവെള്ളം വിതരണം ചെയ്ത വകയിലും കൂടുതൽ പണം അനുവദിച്ച് അഴിമതി നടത്തിയതായി ആരോപണം ഉയർന്നിരുന്നു. പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ BJP മാത്രം വിജയിച്ച മധൂർ പഞ്ചായത്തിൽ ഭരണസമിതിക്കെതിരെ നിരന്തരം അഴിമതി ആരോപണം ഉയരുന്നത് പാർട്ടിയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ എന്നിവരോട് രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശം നൽകി. എന്നാൽ സ്ഥാനം രാജിവെക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. UDF പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മീഡിയ 1 കാസർഗോഡ്.